ഫ്രണ്ട്സ്, ഞങ്ങൾ അങ്ങനെ പാട്ടൊക്കെ പാടി കളിച്ച് ചിരിച്ച് സുന്ദര കുട്ടപ്പനായ കുട്ടപ്പിയായിട്ട് ഇന്ന് കറങ്ങാൻ പോകണുണ്ട്. ഇന്ന് എങ്ങോട്ടുള്ള കറക്കമാണെന്ന് പറഞ്ഞു തരാം കേട്ടാ. കാറി കയറിയപ്പോഴത്തെ പോലെ ഭയങ്കര സന്തോഷം, കളിച്ചിരി വർത്തമാനവും ഒക്കെ ആയിരുന്നിട്ട്. കയ്യിലൊരു ഫോൺ ഉണ്ട്. എപ്പോഴും ഞങ്ങളുടെ ഫോൺ എടുത്ത് ശല്യമായതുകൊണ്ട് പള്ളിപ്പെരുന്നാൾ വന്നപ്പോൾ ഒന്നും നോക്കില്ല, അവനൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടാ. കാടും മേടും താണ്ടി ഞങ്ങൾ ഇതേ കുത്തുവെക്കാൻ വേണ്ടി പോണേ. 9ാം മാസം കുത്തുവെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടാണ് പോകണം. ഞങ്ങൾ പൂമുഖത്ത് തന്നെ ഇതേ ആൻറ്റി ഉണ്ടായിരുന്നിട്ട്, റോസി ആൻറ്റി അവിടുത്തെ ആശാ വർക്കറാണ്. അപ്പോൾ ആൻറ്റി ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കണേണ്. എപ്പോഴത്തേം പോലെ ആദ്യം കുഞ്ഞു ക്ലീൻ എടുത്ത് കൈ പിടിച്ചിട്ട്, നമ്മളല്ലെങ്കിൽ ഇപ്പോൾ ആർക്കും വേണ്ടല്ല, ഒരു വിശേഷം ചോദിക്കൽ പോലും ഉണ്ടായിരുന്നില്ല. ആൻറ്റി ആദ്യം കയറി ചെക്കനെ പിടിച്ച് ആൻറ്റി വെയിറ്റ് ചെയ്യണമായിരുന്നിട്ട് ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറച്ച് താമസം ലേറ്റ് ആയിട്ട് വന്നതാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്കൻവാടിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇഞ്ചക്ഷൻ. അപ്പോൾ എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ലോണം പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തിട്ട് കുട്ടികൾക്ക് എന്തായാലും വന്ന് ഇരിക്കാനും കാഴ്ചകൾ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അത്രയും രസമുണ്ട്. ചെന്നപ്പോൾ തന്നെ നമുക്ക് ഇതേ വൈറ്റമിൻ്റെ സിറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 4 ആൾ പിടിക്കേണ്ടി വന്നു. 4 ആളും കോഴിയോ ദാനിയോ എന്നൊക്കെ പറയുന്നത് അതുപോലെ 4 ആൾ പിടിക്കേണ്ടി വന്നു ചെക്കന. അപ്പം ആദ്യത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആളുടെ മൈൻഡൊക്കെ ഓക്കെ. പിന്നെ ആൾ കാഴ്ചയിലേക്കായി. ദൈവമേ, ഈ ഒരു അവസ്ഥയിൽ 1.5 മാസം 3.5 മാസമൊക്കെ ഇഞ്ചക്ഷൻ ചെയ്യാന്നപ്പോൾ ഞാനും കൂടെ ഇരുന്ന് കരഞ്ഞിട്ട്. കാരണം അത്രയും ആ കുത്തനെ കാണാൻ വയ്യ. ഞാൻ എന്തായാലും കണ്ണടച്ചിരുന്നു കേട്ടാ. അല്ലെങ്കിൽ അവൻ എന്നെ ഇഷ്ടമല്ല. പിന്നെ എൻ്റെ മടിയിലെടുത്ത് ഇഞ്ചക്ഷൻ കൊണ്ട് കൊടുത്തപ്പോൾ അവന് തീരെ ഇഷ്ടമല്ല ഉണ്ടായിട്ടാ. കാരണം വലിയ താല്പര്യമില്ല ചെക്കൻ എന്നെ. പാവോട്ടെ, കരച്ചിൽ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതേ കരച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് അമ്മച്ചിയുടെ ആട്ടവും ആശമ്മയുടെ പാട്ടും കൂടെ ഒന്ന് കുത്തിക്കാൻ വേണ്ടിയിട്ട് കൂട്ട് നിന്ന് ആളതേ സൈഡിൽ ഇരിപ്പുണ്ട്. എന്നാലും അവൻ ആൻറ്റീനോട് ഒരു കുഴപ്പമില്ല. എൻ്റെ അടുത്ത് മാത്രമേ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ. ആൻറ്റിയുടെ നോട്ടം നോക്കി ആൻറ്റിയാണ് പിടിച്ചിട്ട് കുത്തിച്ചത്. എന്നിട്ട് കുറ്റം മുഴുവൻ എനിക്ക്. അപ്പം നമ്മൾ കുത്തൊക്കെ കഴിഞ്ഞതേ തിരിച്ച് പോന്നിട്ട് നല്ല വെയിലുണ്ടായിരുന്നു. കുഴ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാറിനല്ലേ വന്നത്. അപ്പം അമ്മച്ചി തലയിലൊരു നമ്മളുടെ ബുക്കൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ ആടിപ്പാടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാറ് കയറിയപ്പോൾ കുഞ്ഞുക്കിളിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. 9ാം മാസത്തെ ഇഞ്ചക്ഷൻ എടുത്തത് നമ്മൾ 10ാം മാസത്തിലെ. കാരണം അസുഖങ്ങൾ മാറിയിട്ട് നേരെ ഉണ്ടായിരുന്നില്ല. ജലദോഷം, ചുമ, പനി ഇങ്ങനെ മാറി ഇരിക്കണായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആണെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ദേ ബേക്കറിലേക്ക് വന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേ അവിടെ നിന്ന് 2 ആളുടെയും കൊട്ടോട് ഭയങ്കര കൊട്ടോട് കേട്ടാ. കാറ് കയറി കഴിഞ്ഞപ്പോൾ ചേട്ടാ വലിയ ആളായി പോയല്ല, കുപ്പിയൊക്കെ പിടിച്ച് ഒരു മൈൻഡും ഇല്ല കേട്ടാ. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവനും പെട്ടെന്ന് വേദനയൊക്കെ വന്നു. കാരണം ചെറുതായിട്ടും ചോദിച്ചു അയ്യോ കുത്തു വെച്ചാന്ന് വെച്ചപ്പോൾ അവന് വേദനയും പുന്നാരമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി വിശേഷം നെക്സ്റ്റ്